സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലും നമുക്ക് അങ്ങേയറ്റം അടുപ്പമുള്ള അനേക വൈദികരുണ്ട്. നമ്മുടെ ഇടവക ദേവാലയത്തിലെ വൈദികരുണ്ട്, ഈ പോട്ടാശ്രമത്തിലെ വൈദികരുണ്ട്. എല്ലാ വൈദികരെയും നമുക്ക് ഓർക്കാം. ഒരു നിമിഷം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിങ്കിലേക്ക് ചേർത്ത് വയ്ക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വയ്ക്കാം. സങ്കീർത്തനം 34 ഈ വചനങ്ങൾ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരത്തിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്കുത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. രണ്ടു കരങ്ങളും ഇങ്ങനെ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് വലിയ ഒരു ദൈവ സംരക്ഷണം നമുക്ക് നൽകുകയാണ്. ഈ ദൈവ സംരക്ഷണം നമുക്ക് വെച്ച് നീട്ടുമ്പോൾ ദൈവം നമ്മിൽ നിന്നൊരു കുഞ്ഞു കാര്യം ആഗ്രഹിക്കുകയാണ്. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുക. ദൈവമേ, ഈ സങ്കീർത്തന വചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും ഇതാ ഞാൻ എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും സ്വീകരിക്കുന്നു. കർത്താവെ, എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ഓരോ വ്യക്തിയും ചിന്തിക്കുക, നമ്മുടെ സംസാരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഒരുപക്ഷെ നമ്മളൊരു ആത്മസംയമനം പാലിക്കാത്തത് കൊണ്ടല്ലേ പലപ്പോഴും ഒത്തിരി തകർച്ചകൾ, ദുഃഖങ്ങൾ, കണ്ണുനീര് നമ്മുടെ വീട്ടിലുണ്ടായത്. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സങ്കീർത്തനം 34 എഴുതപ്പെട്ട എല്ലാ വാഗ്ദാനങ്ങളും എന്നിൽ സംഭവിക്കപ്പെടാൻ കർത്താവെ, എൻ്റെ നാവിനെ ഞാൻ സൂക്ഷിക്കാം. കർത്താവെ, എൻ്റെ സംസാരത്തിൽ ഞാൻ നിയന്ത്രണം വരുത്താം. കർത്താവെ, നിന്റെ സ്തുതിഗീതങ്ങൾ പാടാൻ, നിന്റെ വചനങ്ങൾ വായിക്കാൻ തക്കവണ്ണം കർത്താവെ എനിക്ക് ബലം വേണം, കൃപ വേണം.
ആ രണ്ട് കരങ്ങളും ശിരസിൽ ഇങ്ങനെ കമിഴ്ത്തി വെച്ച് ഒരല്പസമയം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചേ. നമ്മുടെ എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് വെളിപ്പെടുത്തട്ടെ. ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചേ. ഈശോയെ സ്തുതിച്ച് സ്തുതിച്ച് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. കർത്താവിന്റെ ശക്തി വെളിപ്പെടും. പുതിയ അഭിഷേകം വെളിപ്പെടും. ഓരോ വ്യക്തിയിലേക്കും ഈ കൃപ വെളിപ്പെടും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് എല്ലാവരും ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ സങ്കീർത്തനം 34 എഴുതപ്പെട്ട വാഗ്ദാനങ്ങൾ ഞങ്ങൾ സംഭവിക്കപ്പെടട്ടെ. ഞങ്ങളുടെ സംസാരങ്ങൾ വിശുദ്ധീകരിക്കാൻ കർത്താവ് കൃപ നൽകണം. ആഗ്രഹിക്കണം. നന്നായിട്ട് പോരാ, ശക്തിയോടെ. നിറയണമേ, നിറയണമേ, ആമേൻ. കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പഠിക്കേ. നിറയണമേ, നിറയണമേ, നിറയണമേ. കവിയണമേ, കവിഞ്ഞൊഴുകണമേ. എല്ലാവരും നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഉയർത്തി പറന്നിറങ്ങണമേ. കൈകൾ അടിച്ച് സ്നേഹന്മാരിൽ എല്ലാവരും നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. പഠിക്കേ, പഠിക്കേ. പരിശുദ്ധാത്മാവേ, ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. പറന്നിറങ്ങണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. എല്ലാവരും നിറയണമേ, നിറയണമേ, ആമേൻ. കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ. കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ. കവിയണമേ, കവിഞ്ഞൊഴുകണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ച് നാവ് തുറന്ന് സ്തുതിക്കട്ടെ. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവിക ഇടപെടൽ സംഭവിക്കണമേ. കർത്താവേ, അങ്ങയുടെ സ്വരം കേൾക്കാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റണമേ. ഒരു പുതിയ അഭിഷേകം ഞങ്ങളിലേക്ക് വെളിപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ആഗ്രഹിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്ന സമയം എല്ലാവരും ആഗ്രഹിക്കണം, വിശ്വസിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇതൊരു ദൈവവചന ശുശ്രൂഷയാണ്. നമ്മൾ പൊതുവെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒരു സമ്മേളനത്തിനിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റ് പല സാംസ്കാരിക സമ്മേളന വേദികളിൽ ഇരിക്കുന്ന പോലെയല്ല, മറിച്ച് ഇത് ദൈവം ഇടപെടുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ശ്രദ്ധയും താല്പര്യവും ഒക്കെ നിങ്ങൾക്കുണ്ടാവണമെന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. ഇതിവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ല, ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കണം. വചനം എഴുതി പഠിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കണം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ശ്രദ്ധിച്ചേ, അതായത് ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും, ഓൺലൈനിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിത അവസ്ഥ വളരെ വ്യത്യസ്തമാണ്. എൻ്റെ ജീവിത അവസ്ഥയല്ല ചേട്ടൻ്റെത്, ആണോ? അല്ല, ചേട്ടൻ്റെ അവസ്ഥയല്ല തൊട്ട് പുറയിലിരിക്കുന്ന ആളുടേത്. ഇവിടെ ഇരിക്കുന്ന ഈ ചേച്ചിയുടെ ജീവിത അവസ്ഥയല്ല തൊട്ട് അടുത്തിരിക്കുന്ന ആളുടേത്. എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിത അവസ്ഥ വളരെ വ്യത്യസ്തമാണ്, വളരെ വളരെ വ്യത്യസ്തമാണ്. എന്നാൽ ഒരു ദൈവവചന ശുശ്രൂഷയിൽ സംഭവിക്കുന്ന ഒരു കാര്യം,
നിന്റെ ജീവിത അവസ്ഥയ്ക്ക് ആവശ്യമായ കാര്യം, പറയുന്ന എൻ്റെ ജീവിത അവസ്ഥയ്ക്ക് ആവശ്യമായ കാര്യം പരിശുദ്ധ അൾത്താരയിൽ നിന്ന് ഒരേ സമയം വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത സാഹചര്യങ്ങളിലേക്ക് കർത്താവ് നൽകും. ആമേൻ. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഇത് പങ്കെടുക്കുമ്പോൾ ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത്, എനിക്ക് വേണ്ടി കർത്താവ് എന്തോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കാനും പ്രാർത്ഥിക്കാനും നമുക്കൊരാഗ്രഹം വേണം. സാമുവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം, സാമുവേലിൻ്റെ 1-ാം പുസ്തകം, ഫസ്റ്റ് ബുക്ക് ഓഫ് സാമുവേൽ ചാപ്റ്റർ 3. അവിടെ സാമുവേലിനെ വിളിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ സാമുവേലിനെ വിളിക്കുന്ന രംഗത്തിൽ നമ്മളൊരു കുഞ്ഞ് വചനം നമ്മളൊന്ന് പഠിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ 3-ാം അധ്യായം 10-ാം തിരുവചനം ഒന്ന് നോക്കിക്കേ. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ച് സാമുവേൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞേ അരുളി ചെയ്താലും. എല്ലാവരും ഒച്ചത്തിൽ പറഞ്ഞേ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓരോ വ്യക്തിയും കൃത്യമായി തിരിച്ചറിയണം, എൻ്റെ ജീവിതത്തിന് വേണ്ടി, എൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിച്ചുകൊണ്ട് എന്നോട് കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നു. അത് കേൾക്കാനുള്ള മനസ്സ്, ഹൃദയം തുറന്നു വേണം നമ്മളായിരിക്കണം. അതുകൊണ്ട് സാമുവേൽ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്ന ഈ കുഞ്ഞു കാര്യം ഇത് ആവർത്തിച്ച് പറയണം. സ്പീക്ക് ലോർഡ്, ഫോർ യുവർ സെർവന്റ് ഹിയേഴ്സ്. അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. 2 കരങ്ങൾ അൾത്താരയിലേക്ക് നീട്ടി പറഞ്ഞ് അരുളി ചെയ്താലും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവമേ അങ്ങ് പറഞ്ഞാലും, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ ഈ വചനം പറയുമ്പോൾ ഇത് പങ്കെടുക്കുന്ന ദൈവജനം, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ഒരു കാര്യം ഈ ശുശ്രൂഷ സമയത്ത് നിനക്ക് വേണ്ടി ദൈവം നൽകുമെന്ന് നീ വിശ്വസിച്ചോണം. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന, ദൈവമേ സ്പീക്ക് ടു മീ. അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ, അങ്ങയുടെ ദാസി ഇതാ ശ്രവിക്കുന്നു. എൻ്റെ ഈ പ്രശ്നത്തിൽ എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആലോചിച്ച് മടുത്തു. ദൈവമേ അങ്ങ് അരുളി ചെയ്താലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ വൈകുന്നേരം പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കുടുംബം വന്നപ്പോഴത്തേക്ക് ആ കുടുംബത്തിന്റെ സങ്കടം ഒരു വിവാഹ കാര്യത്തോട് ബന്ധപ്പെട്ടാണ്. വലിയൊരു ക്രൈസിസിലാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അവർ പലതരത്തിൽ ആലോചിച്ചു, കുടുംബക്കാരൊരുമിച്ച് ആലോചിച്ചു, ചർച്ചകൾ പലതും നടത്തി. അപ്പോൾ ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ അവരൊരു തീരുമാനമെടുത്തു, എങ്കിൽ നമുക്ക് പോട്ട ആശ്രമത്തിൽ പോയി തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ ഇന്നലെ അവരെടുത്ത തീരുമാനത്തെയാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, സ്പീക്ക് ടു മീ. ദൈവമേ അങ്ങ് അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതെന്തിനെന്നറിയോ? ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, ഓൺലൈനിൽ പങ്കെടുക്കുന്നവര്, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധിയില്, അസ്വസ്ഥതയില് നിങ്ങളുടെ ഉള്ളിൽ കുറേ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ കുടുംബക്കാരും വീട്ടുകാരും നിങ്ങളോട് പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരും ഇവരും പറയുന്നതിലല്ല യഥാർത്ഥ ഉത്തരം ഇരിക്കുന്നത്. മറിച്ച് ദൈവമേ അങ്ങ് എന്നോട് സംസാരിക്കണം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇതൊരുറപ്പാണ്, ദൈവം നിന്നോട് സംസാരിക്കും. ആമേൻ, ആമേൻ. ഈ നോമ്പ് കാലത്തിന്റെ പ്രത്യേകത എന്താ? ഈശോ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ചെലവഴിച്ചു. എന്താ പ്രത്യേകത? ഈശോ മരുഭൂമിയിലൂടെ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കോട്ടും നടന്നു എന്നുള്ളതാണോ? അല്ല.
മറിച്ച് ഈശോ മരുഭൂമിയിൽ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശോ ഒറ്റയ്ക്ക് ആ മരുഭൂമിയിൽ നടന്ന് നമുക്കൊരു മാതൃക നൽകിയത് ഈശോ ആ 40 രാവും 40 പകലും തമ്പുരാനോട്, അപ്പനോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അപ്പൻ പറയുന്നത് കേൾക്കാൻ മനസ്സ് കാണിച്ച സമയമാണ്. അപ്പൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ട്രെയിനിങ് കൊടുത്തൊരു സമയമാണ്. ആബ എക്സ്പീരിയൻസ് എന്ന് പറയും. ഈശോയുടെ ജീവിതം പിന്നീട് അങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായി മനസ്സിലാവും. ഈശോ ഈ ഒരു എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലാണ് ജീവിതത്തെ മൊത്തം അങ്ങോട്ട് കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. മകൻ അപ്പൻ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ എടുത്തൊരു തീരുമാനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ഇത് തന്നെ ആയിരിക്കട്ടെ. നമ്മൾ ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഉപവാസം, ഉപ പ്ലസ് വാസം, അടുത്തായിരിക്കുക എന്നുള്ളതാണ്. ആരുടെ അടുത്തായിരിക്കുക? ദൈവമേ, അങ്ങയുടെ അടുത്തായിരിക്കുന്നു. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ച നോമ്പ് കാലഘട്ടത്തിലാണ് എല്ലാ ഇടവകളിലും ധ്യാനം നടത്തും, നോമ്പുകാല ധ്യാനം നടത്തും. നമ്മളിതേ പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ നടത്തി. അത് ഏത് കാലഘട്ടത്തിലാണ്? നോമ്പിന്റെ കാലഘട്ടത്തിലാണ്, അല്ലേ? നോമ്പ് കാലഘട്ടത്തിലാണ് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ശക്തമാവുന്നു. അതോടൊപ്പം തന്നെ ഇടവകളിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുന്നു, കുരിശിന്റെ വഴി നടത്തുന്നു. എന്തിനാ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അതായത് ഒരു ഇടവക നവീകരണത്തിന്റെ സമയം, ഒരു കൂട്ടായ്മയുടെ നവീകരണത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി, ആ ഇടവക തമ്പുരാൻ കർത്താവിന്റെ മുമ്പിൽ ദൈവസ്വരം കേൾക്കാൻ നിൽക്കുന്ന സമയമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മളിത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും എടുക്കുന്ന നിലപാട് എന്താ? ദൈവമേ, അങ്ങ് എന്നോട് സംസാരിക്കണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങ് എന്നോട് പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോമ്പ് തുടങ്ങിയിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ, അദ്ദേഹം വളരെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകള് അദ്ദേഹത്തെ പറ്റിച്ച് വേറൊരാളുടെ കൂട്ടത്തിൽ പോയി എന്ന് മാത്രമല്ല, കുടുംബത്തിൽ ഒത്തിരി തകർച്ചകളുണ്ട്. ഈ തകർച്ചകളുടെ പരിഹാരം ഇയാൾ കണ്ടെത്തിയത് മദ്യപാനത്തിലാണ്. എല്ലാ ദിവസവും കുടിക്കും. അപ്പൊ ഈ നോമ്പ് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തോട് സ്നേഹത്തോടെ പറഞ്ഞൊരു കാര്യം, ചേട്ടാ, നമുക്ക് ഈ നോമ്പിൽ ഒരു തീരുമാനം എടുക്കാം. 50 ദിവസം മദ്യപിക്കില്ല എന്നുള്ളൊരു തീരുമാനം. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്ന് വരെ അങ്ങനത്തെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, അച്ഛൻ എൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഞാൻ പറഞ്ഞ അവസ്ഥ അറിയാവുന്നത് കൊണ്ടാണ് ചേട്ടനോടുള്ള എൻ്റെ ഒരു കുഞ്ഞഭ്യർത്ഥന. ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. 50 ദിവസത്തേക്ക് മദ്യപാനം വേണ്ടാന്ന് വെക്കുക, ബാക്കിയുള്ളത് ബാക്കിയുള്ള സമയത്ത് കാണാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അത്ര എളുപ്പമല്ല. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കും, കർത്താവ് ഇടപെടും. നോമ്പ് തുടങ്ങി മുമ്പോട്ട് നീങ്ങുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വരും, അച്ഛാ, ഉറങ്ങാൻ പറ്റണില്ല, എല്ലാ ദിവസവും ഞാൻ ഇച്ചിരി കഴിച്ചിട്ടാണ് കിടക്കുന്നത്, എൻ്റെ ദുഃഖം മറക്കുന്നത് അങ്ങനെയാണ്, എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ കുടിക്കാതെ കിടന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് ദേഷ്യം വരുന്നു. എൻ്റെ മകൾ എന്നോട് ചെയ്തത്, എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ എൻ്റെ തലയിൽ ഇങ്ങനെ വരുന്നു. അച്ഛാ, എനിക്ക് അരിശം വരുന്നു. ഞാൻ പറഞ്ഞു, ശരിക്കും താങ്കൾക്ക് ഈ അരിശം വരുന്നതും ഈ ഭാരപ്പെടുന്നതുമൊക്കെ ഇത് കൃത്യമായി ദൈവം ഇടപെടാൻ പോകുന്നതിൻ്റെ ഒരു അടയാളമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഇത്രയും നാളും കുഴപ്പമില്ലായിരുന്നു, ഞാൻ കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാം മറന്ന് അങ്ങനെ കിടക്കും. ഞാൻ പറഞ്ഞു, സഹോദര, മദ്യപിച്ചിട്ട് കിടക്കുന്നു, പക്ഷേ പ്രശ്നം തീരുന്നുണ്ടോ? നേരം വെളുക്കുമ്പോൾ പ്രശ്നം അവിടെ ഇരിപ്പുണ്ടെന്ന്. വീണ്ടും പിറ്റേ ദിവസം കുടിച്ചുകൊണ്ടിരിക്കും. ഇയാളിതിങ്ങനെ എല്ലാ ദിവസവും കുടിച്ചുകൊണ്ടിരുന്ന സഹോദരൻ ഇപ്പോഴത്തെ ഈ ദിവസങ്ങളിലെ രാത്രിയുടെ പ്രത്യേകത, ഇദ്ദേഹത്തിന് ഉറക്കം കിട്ടുന്നില്ല. ഉറക്കം കിട്ടാതെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ചില ട്രെയിനിങ് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഇദ്ദേഹം ഈ ദിവസങ്ങളിൽ കൊന്ത ചെല്ലാൻ തുടങ്ങി. ഇന്ന് വരെ ജപമാലയൊന്നും കയ്യിലെടുത്ത് കൊന്ത ചൊല്ലി ശീലമില്ല, ഉറക്കം കിട്ടുന്നില്ല, വേറെ മാർഗമില്ല, കൊന്ത ചെല്ലാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, ശാന്തമായിട്ടിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി.
എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഹല്ലേലൂയ. ഇത്രയും നാളും ഒളിച്ചോട്ടമായിരുന്നു, കുടിച്ചിട്ടുള്ള ഒളിച്ചോട്ടം, കുടുംബത്തിലെ ഭാരങ്ങൾ മറക്കാൻ വേണ്ടിയുള്ള ഒളിച്ചോട്ടം. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോഴാണ് ശരിക്കും പിശാചിനോട് ഇദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നീ എടുക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് ശരിക്കും പിശാചിനോട് യുദ്ധം ചെയ്ത് ദൈവസ്വരം കേട്ട് വളരാനുള്ള സമയമാണ്. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. ദൈവം നിന്നോട് സംസാരിക്കുന്നത് കേൾക്കാനുള്ള സമയമാണ്. നീ നിന്നോട് തന്നെ സംസാരിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തിയിരുന്നൊരു കാലമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് തന്നെത്താൻ ഉത്തരം കണ്ടെത്തി മദ്യപിച്ച് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു. അതൊരിക്കലും പരിഹാരമല്ല, മറിച്ച് അത് അദ്ദേഹത്തെയും കുടുംബത്തെയും നാശത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ദൈവമേ, അങ്ങ് എന്തു പറയുന്നു അത് കേൾക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. ശരിയാണ്, പ്രശ്നങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ജപമാല പിടിച്ച് ദൈവമേ, സാമുവേൽ പ്രാർത്ഥിച്ചതുപോലെ എങ്ങനെ പ്രാർത്ഥിച്ചത്? അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ അൾത്താരയിലേക്ക് നീട്ടി പറഞ്ഞ് അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവസ്വരം കേട്ടാലുണ്ടല്ലോ എന്താ മെച്ചമെന്നറിയോ? ദൈവസ്വരം കേട്ടാൽ എല്ലാ പ്രശ്നത്തിനുമുള്ളൊരു സൊല്യൂഷൻ അതിൻ്റെ അകത്തുണ്ട്. God's voice is a solution for all the problems. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കണേ. അതായത് ദൈവസ്വരം കേൾക്കുക എന്നുള്ളതാണ് സകല പ്രശ്നത്തിനുമുള്ള ഉത്തരം. ആമേൻ, ആമേൻ. ആമേൻ.